പലപ്പോഴും നമുക്കുള്ളതായ പരാതി എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അനേക വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നവർക്ക് പോലും തങ്ങളുടെ വിശ്വാസ ജീവിതത്തെ എടുത്ത് ഒന്ന് ശോധന ചെയ്യുമ്പോൾ പലപ്പോഴും തങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിച്ചിട്ടില്ല എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ഇതിൻ്റെ കാരണം എന്താണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടായിരിക്കാം ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തതെന്ന് ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടുന്നതിന് വേണ്ടി യാചിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് തെറ്റായ രീതിയിൽ ചെലവഴിക്കുന്നതിന് വേണ്ടി ആണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഉദ്ദേശമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഉദ്ദേശത്തെ അറിയുന്നവനായ വലിയവനായ ദൈവം, മനസ്സിലാക്കുന്നവനായ ദൈവം, അതിപ്പോൾ പണമായിക്കോട്ടെ, മറ്റിതര സാധന സാമഗ്രികളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ആത്മീകമോ ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതിന് വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഉദ്ദേശശുദ്ധി എത്ര ഉണ്ടെന്ന് ദൈവം മനസ്സിലാക്കുന്നു. ആ പ്രാർത്ഥനയുടെ ആന്തര ഉദ്ദേശം ദൈവം മനസ്സിലാക്കുന്നു. അത് തെറ്റായ രീതിയിൽ ചെലവഴിക്കുന്നതിന് വേണ്ടിയാണ് നാം ആവശ്യപ്പെടുന്നതെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരത്തില്ല. അടുത്തതായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നമ്മുടെ പാപങ്ങൾ നിമിത്തം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ പോകുന്നു. അതായത് ദൈവസന്നിധിയിൽ ഏറ്റുപറയാത്ത പാപങ്ങൾ, ദൈവസന്നിധിയിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽപ്പെടാത്ത പാപങ്ങൾ, പാപത്തിൻ്റെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തികളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകത്തില്ല. കാരണം നമ്മെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്ന ഒന്നാണ് പാപം. അങ്ങനെയുള്ളതായ പാപം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കത്തില്ല എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്ത വേറൊരു കാരണമെന്ന് പറയുന്നത്, സംശയിച്ചുകൊണ്ട് നാം പ്രാർത്ഥന കഴിച്ചാൽ, പ്രാർത്ഥനയിൽ സംശയമുണ്ടായാൽ അഥവാ സംശയിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കത്തില്ലെന്ന് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു. സംശയം എന്നതുകൊണ്ട് ദൈവവചനപ്രകാരം നാം മനസ്സിലാക്കേണ്ടത്, ദൈവവചനം പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുവാൻ കഴിയാതിരിക്കുന്നതായ അവസ്ഥയാണ് ഇവിടെ സംശയം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും പ്രാർത്ഥിക്കുന്നതായ വ്യക്തികൾ ദൈവത്തിന് എനിക്ക് ഇത് ചെയ്തു തരുവാനായിട്ട് കഴിയുമോ, ദൈവത്തിന് ഈ കാര്യം സാധിച്ചു തരുവാനായിട്ട് കഴിയുമോ, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ, ദൈവത്തിന് ഈ രോഗം സൗഖ്യമാക്കുവാനായിട്ട് കഴിയുമോ, ഇങ്ങനെ പലവിധ ചിന്തകൾ ആ വ്യക്തിയെ ഭരിക്കപ്പെടുമ്പോൾ അത് വിശ്വാസത്തിൽ സംശയം ഉളവാക്കുന്നതിന് കാരണമായിട്ട് തീരുന്നു. അടുത്തതായിട്ട് ചിലരുടെ പ്രാർത്ഥനയെ ദൈവം കേൾക്കാത്തതിൻ്റെ കാരണം അവർ ദൈവത്തോട് ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇവർ ചോദിക്കായ്ക കൊണ്ട് ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ചിലരുടെ ഒരു പ്രത്യേകതയാണ്. അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിലും ദൈവത്തോട് കാര്യങ്ങൾ ചോദിക്കത്തില്ല. അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ കർത്താവ് പറയുന്നു, നിങ്ങൾ ജാതികളെ പോലെ എന്ത് ചെയ്യരുത്, ജൽപ്പനം ചെയ്യരുത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ട് പലപ്പോഴും
ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇവർ എന്ത് ചെയ്യുന്നില്ല? വ്യക്തമായി തങ്ങളുടെ ആവശ്യങ്ങളോ തങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവസന്നിധിയിൽ പകരാത്തത് കൊണ്ട് പലപ്പോഴും എന്തുണ്ടാകുമെന്നറിയാമോ? അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകാതെ പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, അനേക കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാത്ത അല്ലെങ്കിൽ ഉത്തരം ലഭിക്കാത്ത അവസ്ഥയുണ്ടെങ്കിൽ ദൈവവചന പ്രകാരം നാം നമ്മെ തന്നെ വിലയിരുത്തുക, ദൈവ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ മുന്നേറുക, വചന പഠനത്തിൽ ദൈവസന്നിധിയിൽ മുന്നേറുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.